എടാ, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇൻസ്റ്റയിൽ വന്ന കുറച്ച് മെസ്സേജിൻ്റെ റിപ്ലൈ ആയിട്ടാണ്. ഞാൻ മെസ്സേജ് സൈഡിൽ കൊടുത്തേക്കാം. വേറൊന്നല്ല, ലൈക്ക് ഞാനിപ്പം കുറേ ആൾക്കാർ എനിക്ക് ഡി എമ്മിൽ വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ സ്റ്റോറീസ് വീഡിയോ ചെയ്യുമെന്ന് നിൽക്കുന്നവരുടെ സ്റ്റോറീസ് ഞാൻ പറയാറുണ്ട്, വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ എന്നോട് അധികം പേര് ചോദിക്കുന്നത്, നിന്റെ ലൈഫ് സ്റ്റോറി പറ, നിനക്ക് റിലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ, റിലേഷൻ എന്താന്ന് അറിഞ്ഞ ആൾക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ കുറേ മെസ്സേജ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫ് സ്റ്റോറി അങ്ങ് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ബോറിംഗ് ആണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഈ ലൈഫ് സ്റ്റോറി കേൾക്കുമ്പം ചില ആൾക്കാരൊന്നും തന്നെ ചീത്ത വിളിച്ചേക്കാം, ഓ ഇത്രയ്ക്ക് ആയിട്ടാണോ നീ ഇങ്ങനെ ലൈക്ക് എന്താ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് നടക്കണേ. ഓക്കെ, എനിക്കറിയാം ഫസ്റ്റ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് ഈ വീഡിയോ കണ്ട ഫസ്റ്റ് എനിക്ക് വരാൻ പോണ കോൾ എൻ്റെ അമ്മയുടെ എടുക്കുന്നതായിരിക്കും. നല്ല വഴക്കുറയാനാണ്, എനിക്ക് 101% ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് കഥ തുടങ്ങാം. എനിക്ക് നല്ലൊരു അടിപൊളി റിലേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടിപൊളി റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്ന് ഫസ്റ്റ് ഇയർ ഒരു പകുതിയൊക്കെ ആയ ടൈമിന് എനിക്ക് അടിപൊളിയായിട്ടൊരു റിലേഷൻ സെറ്റായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇയാളായിട്ട് കമ്പനി ആകുമ്പം ഞാൻ ഏട്ടാ വിളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏട്ടാ വിളിച്ച് അയാൾ എന്നാ സ്വന്തം പെങ്ങളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കമ്പനിയായി. ഇയാൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മൂന്നാളും ലൈക്ക് എന്താ പറയുക, 3 പേരും നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും കൊണ്ടു നടന്നായിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് ഒരു പോയിന്റ് എത്തിയപ്പം എന്താ പറയുക, നമ്മൾ അങ്ങ് സെറ്റായി പോയി. എല്ലാവരും പറഞ്ഞ് അങ്ങനെ സെറ്റായി പോയി. പിന്നെ എന്തോ പറയാനാ, എനിക്കിപ്പം ആ റിലേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരി വരും, വിഷമം വരും. ചില ടൈം ഞാൻ ഈ വീഡിയോയിലിരുന്ന് കരണം എന്നൊക്കെ വരാം, വേറെ ഒന്നും വിചാരിക്കേണ്ട. ലൈക്ക് ആ റിലേഷൻ സെറ്റായ ടൈമിന് ഞാൻ തിങ്ക് ചെയ്ത കാര്യം, ഈ വേൾഡിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വ്യക്തി ഞാനാണെന്നാ. കാരണം അത്രയ്ക്ക് അടിപൊളി റിലേഷനായിരുന്നു. ഫസ്റ്റ് തന്നെ റിലേഷൻ സെറ്റായ ടൈമിന് അമ്മേനോട് പറഞ്ഞു, പിന്നെ അച്ഛനോട് പറഞ്ഞു. ലൈക്ക് ഫസ്റ്റ് അമ്മേനോട് പറയണേ, അമ്മ ആദ്യമേ പറഞ്ഞതാ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ 1-2 ആഴ്ച വീട്ടിലൊന്നും പറയാണ്ട് പോയി. അപ്പം ഞാൻ നാട്ടിൽ പോയ ടൈമിനാണ് അമ്മ ഈ റിലേഷൻ പൊക്കണത്. അമ്മ റിലേഷൻ പൊക്കി, ഒന്നുമില്ല, വാട്സപ്പ് ചാറ്റ് ചുമ്മാ എടുത്ത് നോക്കിയത്. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി സെറ്റായി എന്ന്. അങ്ങനെ അമ്മ റിലേഷൻ പൊക്കി. ഇവൻ അമ്മേനെ വിളിച്ച് സംസാരിച്ചു, അമ്മക്ക് ഓക്കെ ആയി. പിന്നെ അച്ഛനോട് സംസാരിച്ചു, അച്ഛനോക്കെ. ഫസ്റ്റ് എൻ്റെ പാരൻസിനെ കൺവിൻസ് ചെയ്ത് വെച്ചായിരുന്നു നമ്മൾ. അങ്ങനെ കൺവിൻസൊക്കെ ചെയ്ത് റിലേഷൻ നല്ല സ്മൂത്തായി അടിപൊളിയായിട്ട് പൊക്കൊടുന്നു. ലൈക്ക് എന്താ പറയുക, ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ ഇവിടെ ബാംഗ്ലൂർ. ലൈക്ക് ഫുൾ ഹാപ്പി. ഞാൻ അന്നേരം തിങ്ക് ചെയ്തു, ഓ അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ വീട്ടുകാർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അത്രയും നല്ല റിലേഷനായിരുന്നു. ലൈക്ക് കുറേ ഗുഡ് മെമ്മറീസ് ഉണ്ടായി. അമ്മയുടെ കൂടെ കുറേ മെമ്മറീസ് ഉണ്ടായി, ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ മെമ്മറീസ് എല്ലാം. ലൈക്ക് ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ലൈഫ് എനിക്ക് കിട്ടി. ആ ഒരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായേ. പിന്നെ എന്താ, ഫുൾ സ്റ്റോറി പറയണില്ല, ഫുൾ സ്റ്റോറി പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇത് എത്ര മിനിറ്റ് ഉണ്ടാവും എന്നറിയില്ല, ചിലപ്പോൾ ലോങ് വീഡിയോ ആയി പോയേക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നല്ല അടിപൊളിയായി റിലേഷനൊക്കെ പോയി. ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഓ പാറു നീ ആഗ്രഹിച്ച ലൈഫ് കിട്ടിയല്ലോ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. ബട്ട് എന്നാലും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിട്ടുണ്ട്. ലൈക്ക് നീ നല്ല പേടിയുണ്ടായിരുന്നു ആളെന്നെ വിട്ടു പോവുക. കാരണം ഇത്രയും നല്ല അടിപൊളി ലൈഫായിട്ട് വിട്ടു പോയതിനെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ നല്ല പുള്ളിയാണെന്നൊന്നും എന്തായിട്ടും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നല്ല കുർത്തകളുണ്ട്. ഒന്നാമത് എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, ഒരു അരപ്പിരി ലൂസാണ് ഞാൻ ഓപ്പണായിട്ട് അറിയാം. ഞാൻ ഒരു അരപ്പിരി ലൂസിനെ പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുട്ടിക്കളിയുണ്ട്. ഈ കാണുന്ന മെച്യൂരിറ്റി ഒന്നുമില്ല എനിക്ക്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പം എനിക്ക് വന്നിട്ട് മെസ്സേജ് അയക്കണേ, ആരെ ഈ പറയണേ എന്ന് വെച്ചിട്ട്. ലൈക്ക് അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് അയക്കണേ. എനിക്ക് നേരിട്ട് കണ്ടാൽ മീൻസ് നേരിട്ട് നിങ്ങൾ എന്നെ പരിചയപ്പെട്ട നിങ്ങൾ എന്നോട് ചോദിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ചോദിച്ചു, ഈ നീയാണോ ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കണേ, ഇത്രയും മെച്യൂരിറ്റിയിൽ ചോദിച്ചു പോകും. ഞാൻ ഇപ്പോഴും കുട്ടിക്കളിയും കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് ഞാൻ പെട്ടെന്ന് കാര്യം, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഞാൻ പെട്ടെന്ന് കാര്യം, എനിക്ക് ചെറിയ എന്തെങ്കിലും കാര്യം മതി വിഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, ആളാണ്. ഓക്കെ, അപ്പോൾ അത് ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് ട്രോമയൊക്കെ എനിക്കുണ്ട്. അപ്പം
അങ്ങനെയൊക്കെ ആയ എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഞാൻ ദേഷ്യം പിടിക്കും, ഭയങ്കര വാശി എനിക്ക്. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് അവൾ അടിപൊളിയായിട്ട് റിലേഷൻ കൊണ്ടുപോയി ഒരു ഒന്നര കൊല്ലം ആ ടൈമൊക്കെ ആകുമ്പം എന്താ പറയുക, അടിപൊളിയായിട്ട് പോയി. പിന്നെ കുറച്ച് കഴിയുമ്പം കുറേ നാൾ എന്താണ് ഇഷ്യൂ എനിക്കും പ്രോപ്പറായിട്ട് അറിയില്ല, പുള്ളിക്കറിയില്ല എന്ന് വിചാരിക്കണു. ഐ ഡോണ്ട് നോ. കുറച്ച് ആളായിപ്പം കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പായി. പിന്നെ ബാക്കി ഞാൻ പറയണില്ല. ഓക്കെ, അയാൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ സ്റ്റിൽ ഞാൻ കുറച്ചാളൊക്കെ കരഞ്ഞിരുന്നായിരുന്നു. ഓക്കെ, നിങ്ങൾ ആലോചിച്ച്, കുറച്ചധികം നാൾ ഞാൻ കരഞ്ഞിരുന്നായിരുന്നു. എന്താ പറയുക, റിലേഷൻ പോയി കഴിഞ്ഞിട്ടും ഞാൻ ഇവിടെ തിരിച്ച് ബാംഗ്ലൂർ വന്നപ്പം എന്നോട് ചോദിച്ച ആൾക്കാരോടൊക്കെ കുറച്ച് പേരോടൊക്കെ ഞാൻ പറഞ്ഞത് ഉണ്ട്, എപ്പോഴും ഉണ്ട്, നിങ്ങൾ നാട്ടിൽ വർക്കാണ് അതുകൊണ്ടാണ് വരാത്തേ, അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് എന്നെ തൂക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇനി ഇത് പറഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ മനസ്സിലായി. ബട്ട് നിങ്ങൾ കുറേ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാതിരിക്കാം, ഞാൻ ബ്ലോക്കാണ് നിങ്ങളേലെന്ന് എനിക്കിപ്പോഴും അറിയാം. ഓക്കെ, ഇത് കാണുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ നിങ്ങളെ ഫാമിലി ഓർ ആരെങ്കിലും കാണുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. കുറേ നാൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ ഭാഗത്തിലെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് നിങ്ങളെ നല്ലപോലെ അറിയാം. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പോയാൽ പിന്നെ നിങ്ങൾ തിരിച്ച് വരത്തില്ല, ആ ഒരു പ്ലേസിലേക്ക് തിരിച്ച് വരത്തില്ല എന്ന് നല്ലപോലെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി കുറച്ച് ആളെ നിങ്ങളെ കൂടി ഉണ്ടായിട്ടില്ലെങ്കിലും കംപ്ലീറ്റ്ലി നിങ്ങളെങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ ഡ്രീംസ് എന്താണ് എല്ലാം അറിയായിരുന്നു. ബട്ട് എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എന്താ പറയുക, ചിലപ്പോൾ ഞാൻ ഇത് കരയെടുക്കണ്ടൊക്കെ പറഞ്ഞോ, ഇല്ല, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നോട് എൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പറഞ്ഞത്. പറയണ ഒരുപാടുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഇനി ചിലപ്പോൾ എല്ലാവരും പറയായിരിക്കും, മേ ബി, എനിക്കറിഞ്ഞൂടാ ഫുൾ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. ഫുൾ സ്റ്റോറി പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. ഫുൾ സ്റ്റോറിയിൽ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾ പോയതിന് ശേഷം ഞാൻ ഒരുപാട് മണ്ടത്തരം കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അറിയാതാവണ്ട. ഇയാൾ പോയതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ മണ്ടത്തരം കാട്ടിക്കൂട്ടുണ്ട്. ശരി ഏതാ തെറ്റ് ചെയ്താ അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു. ലൈക്ക് എനിക്ക് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും. അപ്പോൾ കുറേ ആൾക്കാർ വരും, എന്നെ പറ്റിക്കും. എന്നെ നല്ല രീതിക്ക് പറ്റിക്കാറുണ്ട് കുറേ ആൾക്കാർ, ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പെട്ടെന്ന് തന്നെ പറ്റിക്കും. സോ ഇപ്പം ഞാൻ ആരെയും വിശ്വസിക്കാണ്ടായി, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ ആരെയും വിശ്വസിക്കാറില്ല, അധികം ഞാൻ ആരോട് സംസാരിക്കാറില്ല. ഞാനിപ്പം വൈകുന്നേരം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ ചായ കുടിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അധികം ഞാൻ ചായ കുടിക്കില്ല, അത്ര ചായ അഡിക്റ്റും അല്ലായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിവിടെ ബാംഗ്ലൂർ തലശ്ശേരി ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, അവിടെ പോയിട്ട് ഇരിക്കും. വൈകുന്നേരം പോയിരിക്കും. എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർക്കറിയാം. ഞാൻ അവിടെ പോയിരിക്കും, കട്ടൻ കുടിക്കും. ഞാൻ 3-4 കട്ടനൊക്കെ അവിടെ ഇരുന്ന് കുടിക്കും. ലൈക്ക് ആ ഒരു പ്ലേസ് എനിക്ക് അത്ര സ്പെഷ്യലാണ്. കാരണം അവിടെ പോയിരിക്കുമ്പം മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ അവിടെ പോയിരിക്കും, ഇയർബഡ് ചെവിയിൽ വെച്ചിട്ട് പാട്ടും വെച്ച് കുറേ ടൈം അവിടെ തന്നെ ഇരിക്കും. ആരോട് സംസാരിക്കില്ല, ഒറ്റയ്ക്ക് ഇരിക്കും. എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു വന്നതുകൊണ്ട് ലൈക്ക് എനിക്കറിയാം ബാക്കിയുള്ളവരെ വിഷമം അവർ പറയുമ്പം അവരെന്നെ വിശ്വസിച്ചിട്ടാണ് എനിക്ക് DM-ലായാലും എല്ലാത്തിലും വന്ന് മെസ്സേജ് അയക്കണേ. അപ്പം അവരെന്നെ വിശ്വസിച്ചിട്ടായിരിക്കും. എനിക്ക് കുറേ ആൾ അയച്ചതിൽ ഒരു കോമൺ മെസ്സേജ് ഞാൻ പറയാം. ചേച്ചി, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവരൊന്നും റിപ്ലൈ പോലും തന്നിട്ടില്ല. നമുക്ക് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയണേ. കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരും പോലും നമ്മളെ വിശ്വസിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതും അവർക്ക് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുന്നതും. ലൈക്ക് ഇനി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച ആളോട് നിനക്ക് റിലേഷനെ പറ്റി എന്താ അറിയാം, എനിക്ക് റിലേഷനെ പറ്റി നല്ലപോലെ അറിയാം. ഓക്കെ, ഒരു ബെസ്റ്റ് അടിപൊളിയായിട്ടുള്ള ഒരു റിലേഷനിലായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, നമ്മളെ രണ്ടാളുടെ ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും, അതൊക്കെ കൊണ്ടാണ് ആ റിലേഷൻ പോയത്. ബാക്കി ഞാൻ പറയണില്ല. ഓക്കെ, അപ്പോൾ അത്രയും നല്ലൊരു റിലേഷനിലായിട്ടാണ് ബ്രേക്കായിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത്. സോ റിലേഷനെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാം. അതുപോലെ ഡിപ്രഷൻ എന്താണെന്നറിയാം, ആൻസൈറ്റി എന്താണെന്നറിയാം. നമ്മൾ ഒരുപാട് വിഷമം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് തുറന്നു പറയാൻ ആരും ഇല്ലാത്ത അവസ്ഥ എന്താണെന്നറിയാം.
എല്ലാം അറിയാം. ഓക്കെ, അത് അറിഞ്ഞു വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും ലൈക്ക് എന്നോട് വന്ന് വിഷമം പറയുന്ന ആൾക്കാരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. സോ എൻ്റെ ലൈഫ് എന്ന് പറയാൻ ഇപ്പം ഇങ്ങനെയുണ്ട്. ഇപ്പം ലൈക്ക് ഇത്രയും നാൾ ഒരു ലക്ഷ്യം അതൊക്കെ വെച്ചോണ്ടാണ് ഞാൻ പോയത്. ബട്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതും ലൈക്ക് ഞാൻ എന്താ പറയുക, എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഓക്കെ അല്ലാത്ത ടൈമിനാണ് ഞാൻ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മിങ്കളിൽ വീഡിയോസ് കണ്ടന്റ് ഇടാൻ തുടങ്ങിയതും പിന്നെ ഇങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോസ് പിന്നെ പ്രൊമോഷൻ ഇതൊക്കെ ഞാൻ എടുത്ത് തുടങ്ങിയത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജ് ഞാൻ തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. ഞാൻ കുറേ മണ്ടത്തരം കാട്ടിക്കൂട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറേ മണ്ടത്തരങ്ങൾ ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അച്ഛനോടും അമ്മേനോടും മിണ്ടാതിരുന്നിട്ടുണ്ട്. ചില പോയിന്റിൽ എന്നെക്കൊണ്ട് പറ്റാത്ത ടൈമിന് ഞാൻ വിളിച്ച് കരയും, അമ്മ എന്നെക്കൊണ്ട് പറ്റണില്ല അമ്മ എന്ന് പറഞ്ഞിട്ട്. ആ ടൈമിന് എൻ്റെ അമ്മ കുറേ എന്നെ ഓക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയായാലും പിന്നെ എൻ്റെ സർക്കിളിലേക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സാനിയ, അവളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും കോണ്ടാക്റ്റ് ഒന്നുമില്ല, എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ അവളെ വിളിക്കുന്നുണ്ട്, അവൾക്കറിയാം എന്താണ് പ്രശ്നം. ഞാൻ ഒരു ദിവസം ഫുൾ ഡൗൺ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. ബട്ട് ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നറിയില്ല. ആ ടൈമിന് കറക്റ്റ് അവളെന്നെ വിളിച്ച് എന്തോ പറയുക, നമ്മൾ അത്രക്ക് മനസ്സിലാക്കുന്ന ഒരാളുണ്ടാകുമ്പം നമ്മളൊരു സൈലൻസ് പോലും അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അവളെ വിളിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് അവളെന്നെ കുറേ ഓക്കെ ആക്കുക. എൻ്റെ ലൈഫിലേക്ക് ഞാൻ എല്ലാം കൈവിട്ട് പോയി മടുത്ത ലൈഫിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നത് അവൾ ഒറ്റ ഒരുത്തി കാരണമാണ്. എനിക്ക് ബിഗ് താങ്ക്സ്. ഞാൻ ഇപ്പം ഏത് പൊസിഷനിലെത്തിയാലും എനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് എവിടെയെങ്കിലും എത്തുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോസ് ചെയ്ത് പോകുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. ഞാൻ ഏത് പൊസിഷനിലെത്തിയാലും ഞാൻ അവളെ ഒരിക്കലും മറക്കത്തില്ല. കാരണം അവളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റിലേഷൻ പറഞ്ഞ് തുടങ്ങിയതാണ്, ഇപ്പം എവിടെ എത്തിയെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അപ്പം എന്താ പറയാനാ, അങ്ങനെയൊക്കെ തന്നെ പോണു. ഇപ്പോൾ ഒറ്റയ്ക്ക് രാത്രി എന്ന് പറയുമ്പോൾ ഒരു വൈകുന്നേരം ആ ടൈം ആകുമ്പോൾ ഞാനിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോകും. ചായ കുടിക്കാൻ പോയിട്ട് ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് മെല്ലെ തിരിച്ച് റൂമിലേക്ക് വന്ന് ഇവിടെയും സ്പീക്കറിൽ പാട്ട് വെച്ച് കുക്ക് ചെയ്യാനുള്ളത് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കും. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല രാത്രിയിൽ. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്തത് അത്യാവശ്യം 124K 124Kയോളം ആ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പം ആ വീഡിയോ എത്തിയതിനൊപ്പം തന്നെ എനിക്ക് കുറേ മെസ്സേജ് DM-ൽ ഇപ്പോൾ ഒരു 100 കൂടുതൽ മെസ്സേജായി. അതിൽ ഒരു 80% ഓഫ് മെസ്സേജും എനിക്ക് വന്നത്, ചേച്ചി എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുമോ, ഞാൻ എൻ്റെ കഥ പറഞ്ഞുതരാം, എനിക്ക് പറയാൻ വേറെ ആരുമില്ല, ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും അവളെ തിരിച്ചു വന്നാൽ അത്രയും നന്നായിരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കുറേ മെസ്സേജ് വരുന്നത്. അപ്പം ഇതിൽ ഞാൻ കുറേ മെസ്സേജ് ഞാൻ വായിച്ചു, കുറേ ഞാൻ റിപ്ലൈ കൊടുത്തില്ല, കുറേ ഇനിയും വായിക്കാൻ കിടക്കുന്നുണ്ട്. സോ അവരൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം. എനിക്ക് അത്ര പറയാനുള്ളൂ, ടൈം എടുക്കും. അതിൽ കുറച്ച് മെസ്സേജ് വായിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. അതിൽ ഒരാളുടെ കഥ എൻ്റെ ലൈഫായിട്ട് ഒരു 90% സിമിലർ ആയിട്ടുള്ളൊരു കഥയാണ്. സോ അതും കൂടെ ആയപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു, എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. എന്നോട് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കഥ പറയാം. പിന്നെ അത് മാത്രം, പിന്നെ എനിക്ക് എൻ്റെ അച്ഛനമ്മേനെയും കുറിച്ചാണ് പറയാനുള്ളത്. അച്ഛനമ്മ ഓക്കെ, ആ റിലേഷൻ പോയപ്പം ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ, ഞാൻ കരഞ്ഞായിരുന്നു, കുറേ ഡൗൺ ആയിരുന്നു. ആ ടൈമിന് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എൻ്റെ അമ്മേനെയാണ്. എന്തു പറയാനാ, നല്ല രീതിക്ക് വേദനിപ്പിച്ചായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം അമ്മ വീഡിയോ കാണുകയാണെങ്കിൽ ഫസ്റ്റാണ് ഞാൻ അമ്മേനോട് സോറി പറയണം. നല്ല രീതിക്ക് വേദനിപ്പിച്ചാൽ ഇപ്പോൾ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഞാൻ ഇപ്പോൾ ആ റിലേഷൻ പോയതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടാനും എല്ലാം തുടങ്ങി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം എല്ലാ കാര്യത്തിനോടും ഭയങ്കര ദേഷ്യമാണ്. ഇങ്ങനെ പെട്ടെന്നൊന്നും എടുക്കത്തില്ല. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചൂടായിട്ട് വന്നാൽ ഞാൻ തിരിച്ച് അതേപോലെ ചൂടാവും. എനിക്ക് അറിഞ്ഞൂടാ എന്ത് പറ്റിയതെന്ന്. പണ്ടൊക്കെ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു, ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറിച്ചാ എന്താ പറ്റിയെന്ന് അറിയില്ല. സോ അമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വന്നതിന് എൻ്റെ നല്ലതിനായിരിക്കും വീട്ടുകാർ പറയുന്നുണ്ടാവില്ല. ബട്ട് ഞാൻ കേൾക്കൂല പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. ഞാൻ തല തെറിച്ചൊരു സാധനം. ഇപ്പം
ഞാൻ കേൾക്കത്തില്ല. അമ്മ പറയുന്ന ഫുള്ള് പോലും കേൾക്കാൻ ഞാൻ നിൽക്കത്തില്ല. ഞാൻ ദേഷ്യം വന്ന് അപ്പാടെ അമ്മേനെ പിടിച്ച് ബ്ലോക്ക് ഇടും എല്ലാത്തിലും. അമ്മ ഇപ്പം അജ്വാനിലാണ്. അപ്പം അവിടുന്ന് ബോട്ടിയമ്മിലെ വിളിക്കൽ. ഞാൻ ബോട്ടിയമ്മിൽ ബ്ലോക്ക് ഇടും, വാട്സപ്പിൽ ബ്ലോക്ക് ഇടും, പിന്നെ IMOയിൽ ബ്ലോക്ക് ഇടും, ഇൻസ്റ്റയിൽ ബ്ലോക്ക് ഇടും. എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഞാൻ പിടിച്ച് അമ്മേനെ ബ്ലോക്ക് ഇടും. ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ദിവസത്തേക്കൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരാഴ്ച, ഒരു മാസമൊക്കെ പോവും. അപ്പം അങ്ങനെ ബ്ലോക്ക് ഇട്ടിട്ട് ഞാൻ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അമ്മക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അമ്മ കയറിയിട്ട് ലൈക്ക് ഇൻസ്റ്റയിൽ ഞാൻ ലൈവ് ഇടുമ്പം സ്ഥിരമായിട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇൻസ്റ്റയിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ അമ്മ പോയിട്ട് മെസ്സേജ് അയക്കും. അതാണ് അമ്മ ചെയ്യൽ. എല്ലാവർക്കും മെസ്സേജ് അയക്കും, ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അവരൊക്കെ ഉണ്ട് എനിക്ക് മെസ്സേജ് അയക്കും. എടി നീയൊന്ന് അമ്മേനെ ബ്ലോക്ക് മാറ്റി വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അമ്മ. അങ്ങനെ കുറേ ഞാൻ അമ്മേനെ വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ലൈക്ക് എന്താ പറയാനാ, ഞാൻ എല്ലാവരും നല്ല രീതിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ കരയിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കുറേ എന്താ പറയുക, കുറേ മണ്ടത്തരം കാട്ടിക്കൂട്ടി ഇപ്പൊക്കെ എന്താ പറയുക റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളിലൊക്കെ നല്ല രീതിക്ക് റിഗ്രറ്റ് അടിക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി തുടങ്ങിയത് എത്തുന്നത് ഇവിടെയാണ്. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഞാൻ തുടങ്ങൽ വേറെ കാര്യത്തിലായിരിക്കും, കൊണ്ട് നിർത്തൽ വേറെ കാര്യത്തിലായിരിക്കും. അതാണ് കഥകൾ. അപ്പം എന്താ ഞാൻ ആരെയും ലൈക്ക് എന്നെ തേച്ചിട്ട് പോയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് കാരണം നിങ്ങൾ പോയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് കാരണം നിങ്ങൾ പോയെങ്കിലും ഞാൻ ഒരിക്കൽ ശപിക്കാനോ നിങ്ങളങ്ങനെ ആവട്ടെ തൊലഞ്ഞു പോകട്ടെ അങ്ങനെ പറയാനോ ഒന്നും ഞാൻ നിൽക്കത്തില്ല. എവിടെ ആയാലും നന്നായിട്ട് ഇരിക്കുക, എന്താ പറയാനാ, നിങ്ങളെ ഡ്രീംസൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. ലൈക്ക് എന്താ പറയാനാ, ഇപ്പോൾ ഓരോ വീഡിയോസ് കാണുന്നില്ലേ, ചെക്കൻ പെണ്ണിനെ കൊന്നതും പെണ്ണ് ചെക്കനെ കൊന്നതും, അതിനൊന്നും നിൽക്കാത്തതുകൊണ്ട് താങ്ക് യു. ഇപ്പം ജീവനോടെ നിർത്തിയുണ്ട്. ഓക്കെ, അപ്പോൾ കൊല്ലാനും പിടിക്കാനൊന്നും വരാത്തതിന് നന്ദിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കപ്പിൾസിനോടാണ്, എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ തേച്ചിട്ട് പോയി എന്ന് വെച്ച് തന്നെ അയാളെ ലൈഫ് കൊണ്ട് തുലയ്ക്കാൻ നിൽക്കരുത്. കാരണം അയാളെ ലൈഫാണ്, അവർക്കൊരു ലൈഫ് ഉണ്ട്. അപ്പോൾ തുലയ്ക്കാനോ വാശിപ്പുറത്തോ ഒന്നിനും നിൽക്കരുത്, ഒന്നും ചെയ്യരുത്. കാരണം അവർ ജീവിച്ചു പോട്ടെ. നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അയാളെ ജീവിക്കാൻ സമ്മതിക്കുന്നത്. ഓക്കെ, എത്ര ആളെ കൊന്നു, ലൈക്ക് റിലേഷൻ പോയതിൻ്റെ പേരിൽ, അല്ലെ റിലേഷൻ വേണ്ടാണ്ട് എത്ര ആളെ കൊല്ലുന്നുണ്ട്. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, എല്ലാവരും നന്നായിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിൽ നിൽക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി എന്ന് വിചാരിക്കണോ. എൻ്റെ ലൈഫ് സ്റ്റോറി അറിഞ്ഞപ്പം സമാധാനമായില്ലേ?